നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. ഞാൻ മുമ്പും പറയാറുണ്ടെങ്കിലും ഒന്നുകൂടി അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി പറയുന്നതാണ്. കാരണം നമുക്ക് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. അതായത് ഈ വർഷം പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം മേടക്കൂറിൻ്റെയാണ് ആദ്യം പറയുന്നത്. മേടക്കൂർ എന്ന് പറയുമ്പം നമുക്കറിയാം, അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം. ഈ മേടക്കൂറുകാർ ഈ വർഷം ജീവിതത്തിൽ നമ്മുടെ എങ്ങനെ പറയും, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ, എന്നാൽ നമുക്ക് പിന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തൊക്കെ കരുതണം, ഇത് കണക്കാക്കിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വർഷം പ്ലാനിങ്, നമ്മളെ ഒരു അസ്ട്രോളജിക്കൽ പ്ലാനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേടക്കൂറുകാരെ സംബന്ധിച്ച് എന്തായാലും 7ാം ശനി തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒപ്പം തന്നെ നമുക്ക് ഒരു ജൂൺ വരെ വ്യാഴവും നമുക്ക് അനുകൂലമല്ല. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, അതായത് നമ്മളെല്ലാ തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതിന് പ്രധാന കാരണം, നമ്മുടെ 5ൽ നമ്മൾ തീരുമാനം എടുക്കുന്നത് എപ്പോഴും നമ്മൾ 5-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ 5-ാം ഭാവാധിപൻ്റെ ബലാബലവും മറ്റും അനുസരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇപ്പോൾ കേതു കൂടെ നിൽക്കുന്നുണ്ട്, വൈകല്യം വരാം. അതായത് സർക്കാർ ജോലിയിലിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ അലംഭാവം കാണിച്ചുകൂടാ. കാണിച്ചാൽ പണിഷ്മെൻറ്റ് വരാവുന്നൊരു സമയമാണ്. ഇത് ഓർമ്മിച്ച് തന്നെ നമ്മൾ പോകണം. ഈ ഒരു വർഷം അങ്ങനെ തന്നെ പോയാലേ പറ്റുള്ളൂ. രണ്ടാമത്തേത്, സർക്കാർ സംബന്ധമായിട്ടുള്ള രേഖകൾക്കോ, നമ്മൾ സർക്കാർ സംബന്ധമായിട്ടുള്ള ലോണോ, ധനം വരാനോ, കോൺട്രാക്റ്റോ, അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ഇടപെട്ടുള്ള എന്ത് കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷനുമായിട്ട്, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടേണ്ടി വന്നാലും, ഇപ്പോൾ ജോലിയിൽ മാത്രമല്ല, അല്ലാതെ നമുക്കൊരു പെർമിഷൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നു, അതിനൊരു പിന്നെ ഗവൺമെൻറ് സാങ്ഷൻ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യം, ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ച്, അതായത് നമ്മൾ നയപരമായിട്ടേ പോകാവൂ. അതിനകത്ത് ഒരിക്കലും ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ പിണക്കരുത്. നമ്മൾ ആ രേഖകൾ വളരെ കൃത്യമായിട്ടും അതിൻ്റെ നീറ്റായിട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊന്ന്, മേടക്കൂറുകാരെ സംബന്ധിച്ച് ധനം നമുക്ക് വരേണ്ട പല വഴികളും വന്ന് ബ്ലോക്ക് ചെയ്ത് നിൽപ്പുണ്ടായിരിക്കും. ഇപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ധാരാളം ധനം വരാനുള്ള പല വഴികളുമുണ്ട്. പക്ഷേ അത് നമ്മളിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ അതിനുള്ള നമ്മൾ പറയില്ലേ അവിഹിത മാർഗങ്ങളോ ഉപയോഗിക്കാനേ പാടില്ല. ധനം വരും, അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. കാരണം ജൂൺ കഴിയുമ്പോൾ, ഈ വർഷം നമുക്കൊരു പകുതി കഴിയുമ്പോൾ നമുക്ക് ആ ധനം വരേണ്ടതിൻ്റെയൊക്കെ വഴികൾ ഓപ്പൺ ചെയ്തു വരും. ഇതുപോലെ തന്നെ കുടുംബപരമായി നമ്മളെ തറവാട്ട് സംബന്ധമായിട്ട് നമ്മളെ ഏറ്റവും ആത്മാർത്ഥ ബന്ധുക്കൾ, അമ്മ, അച്ഛൻ, തറവാട്ട് കാരണവന്മാർ, ഇവർക്കെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കണം. അവരുമായിട്ട് നല്ല ഒരു സ്നേഹത്തിൽ പോകണം. നമുക്ക് തറവാട്ട് സ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ അതിൽ തർക്കങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിനകത്ത് ഒരു ഗൗരവമായിട്ട് ഇടപഴകരുത്. അതിനകത്തൊരു ക്ഷമയോടെ മുന്നോട്ട് നീങ്ങിയാൽ വർഷപ്പകുതി കഴിയുമ്പോൾ, അതായത് ജൂൺ കഴിയുമ്പോൾ നിങ്ങൾക്കതെല്ലാം അനുകൂലമായിട്ട് വരും. അതുവരെ നമ്മൾ ക്ഷമ പുലർത്തണം. അത് സംബന്ധമായിട്ടുള്ളൊരു കേസിനോ വഴക്കിനോ തർക്കങ്ങൾക്കോ പോയാൽ നമുക്കത് അനുകൂലമാവില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പറയില്ലേ, പുതിയ വീട്, പുതിയ ഭൂമി, അതുപോലെ വീട് ഇപ്പോൾ നമ്മൾ എന്താ പറയും, വീടൊന്നുകൂടി പിന്നെ മൊത്തത്തിലൊന്ന് പുതുക്കി നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഈ വരുന്ന വർഷപ്പകുതി ജൂൺ കഴിഞ്ഞതിന് ശേഷമേ ഇറങ്ങിത്തിരിക്കാവൂ. കാരണം അതിന് മുമ്പേ അത്തരം കാര്യങ്ങൾ വരുന്നത് നമുക്ക് അനുകൂലമല്ല. അതുപോലെ തന്നെ വാഹനം നമുക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നി, നിലവിലുള്ള വാഹനം മാറ്റിയെടുക്കണം, ഇപ്പോഴും ചെയ്യരുത്. ഇതുപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള ജോലിയിൽ മാറ്റം
അതുപോലെ തന്നെ പ്രമോഷൻ, അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ, വിദേശത്തേക്ക് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചാൽ നടക്കും. അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. അതേസമയം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കരുത്. പുതിയ ജോലി കിട്ടാൻ പാടായിരിക്കും. നിലവിലുള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താൽ ഒരു പകുതി കഴിയുമ്പോൾ പുതിയൊരു ജോലിയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ജൂൺ കഴിയുമ്പോൾ ആ ജോലിയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാവുന്നൊരവസ്ഥയാകി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉറപ്പിച്ചതിന് ശേഷമേ നിലവിലുള്ള ജോലി വിടാവൂ, ഇല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നം വരും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന, അതുപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ബിസിനസ്സിൽ നമ്മൾ പുതിയ പദ്ധതികളൊന്നും പെട്ടെന്ന് നമ്മൾ ഇതാക്കി എടുക്കരുത്. നിലവിലുള്ള അവസ്ഥയിൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കണം. കാരണം നമുക്ക് ഒരു പകുതി കഴിഞ്ഞ് ചെറിയ മാറ്റങ്ങൾ വരും. എങ്കിലും ഈ വർഷം പൊതുവിൽ പുതിയ വലിയ സാമ്പത്തികം മുടക്കിയുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റോ പുതിയ പദ്ധതികളോ നടപ്പിലാക്കരുത്. അതെല്ലാം നമുക്ക് നഷ്ടങ്ങളുണ്ടാക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർ അതിൻ്റെ നമ്മൾ പറയില്ലേ, അതിൻ്റെ എഗ്രിമെൻറ്റുകൾ, കടലാസ് വർക്കുകൾ പൂർത്തിയാക്കുക, പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുക. അല്ലാതെ അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകരുത്. ഇതുപോലെ തന്നെ മേടക്കൂറുകാർ ആയ കലാ സാഹിത്യ രംഗത്ത് അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർ കൂടെ നമ്മളെ സഹായിക്കേണ്ടവരും നമ്മളെ കൂടെ നിൽക്കുന്നവരെയും പിണക്കാതെയും നയപരമായിട്ട് നിൽക്കണം. കാരണം നിങ്ങൾക്കൊരു അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സാവകാശത്തിലേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഈ പറഞ്ഞ കണക്ക് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ചേഞ്ച് വരും. അതുവരെ ഒന്നിലും ധൃതി കൂട്ടരുത്. നിലവിൽ നിൽക്കുന്ന സ്ഥാനം വിട്ട് കളിക്കരുത്. അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് നയപരമായിട്ടും പോയാൽ ജീവിതം വിജയിപ്പിക്കാൻ പറ്റും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വർഷം പൊതുവിൽ അത്ര അങ്ങ് ഗുണകരമല്ല, എന്നാൽ ദോഷവുമല്ല. നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഒരു വർഷമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. ഇങ്ങനെ വേണം നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യാൻ. അതായത് ജാതകാൽ നമ്മുടെ വർഷം, ഈ വർഷത്തെ പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പം തീരുമാനം എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കരുത്. നല്ല ആത്മാർത്ഥമായി നമ്മളെ നല്ല വെൽവിഷേഴ്സായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കാവൂ. നമ്മളെപ്പോഴും ജീവിതം വിജയിപ്പിക്കുന്നത് കുറേ ക്ഷേത്ര വഴിപാടുകളോ അല്ലെങ്കിൽ ഹോമോ അല്ലെങ്കിൽ ദൈവങ്ങളെ സ്വാധീനിച്ചിട്ടോ അല്ല. ദൈവാധീനം വർദ്ധിക്കുമ്പോൾ നമുക്ക് പ്ലാനിങ്ങും യുക്തിയും ബുദ്ധിയുമായിട്ട് ദൈവാധീനം നമുക്ക് ഈശ്വരൻ നമുക്ക് വിളങ്ങണമെന്നാണ്, പ്രപഞ്ചശക്തി നമുക്ക് വിളങ്ങും. അപ്പോഴാണ് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക, പക്ഷേ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യേണ്ടടുത്ത് നമ്മൾ ഒറ്റയ്ക്ക് മാത്രം തീരുമാനം എടുക്കരുത്. ഇതെപ്പോഴും ശ്രദ്ധിച്ചോളണം. അതുപോലെ നമ്മളെ സ്വന്തം കുടുംബകാര്യങ്ങളിലും അതെ, വളരെ ശ്രദ്ധയും വേണം. കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം. കാരണം കുട്ടികൾ ഒരു എങ്ങനെ പറയും, അവരെ ഒരു രഹസ്യമായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ട കാലമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച്. അവരിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായി ചില വിഷമസന്ധികൾ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പോകുന്ന വഴിയിൽ നല്ലതും ഗുണവും ദോഷവും ഒക്കെ ചൂണ്ടിക്കാണിക്കാനേ അസ്ട്രോളജിക്ക് കഴിയുള്ളൂ. അതിന് യുക്തിയും ബുദ്ധിയും കൊണ്ട് വേണം നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ. വിധിയെ മതി കൊണ്ട് വെല്ലലാം എന്നാണ്, അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പോയാൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം വലിയ പ്രോഗ്രസ് ഒന്നും വന്നില്ലെങ്കിൽ ദോഷങ്ങളില്ലാതെ കടന്നു പോകും എന്നേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. നമുക്ക് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിനും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യങ്ങൾക്കും അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടികൾ തന്നോളൂ. അങ്ങനെ ആവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.